السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعد. അഹ്നികുൽ ഖുർആനിന്റെ 4ാമത്തെ സെഷനിലെ 10ാമത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ബലദിലെ 8-9 ആയത്തുകളാണ് നാം പഠിക്കുന്നത്. നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. ആയത്തുകളുടെ അർത്ഥം നോക്കാം. അലം നജ്അൽ ലഹു ഐനൈൻ, അവന് നാം 2 കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ. അലം നജ്അൽ ലഹു, അവന് നാം ഉണ്ടാക്കി കൊടുത്തില്ലേ. ഐനൈൻ, 2 കണ്ണുകൾ. വലിസാനം വശഫതൈൻ, ഒരു നാവും 2 ചുണ്ടുകളും. വലിസാനൻ, ഒരു നാവും. വശഫതൈൻ, 2 ചുണ്ടുകളും. കഴിഞ്ഞ ആയത്തിലേക്ക് ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഒരു നാവും 2 ചുണ്ടുകളും നാം അവന് നൽകിയില്ലയോ എന്നാണ്. മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ ചില അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ ഉണർത്തുകയാണ് ഈ വചനങ്ങളിലൂടെ അല്ലാഹു ചെയ്യുന്നത്. അഥവാ മനുഷ്യന്റെ ജീവിതത്തിൽ ധാരാളം മനുഷ്യൻ നിരന്തരം ഉപയോഗിക്കുന്ന ശരീരാവയവങ്ങളുണ്ട്. അവൻ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ചലനങ്ങൾ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട ചില അവയവങ്ങൾ മാത്രം അല്ലാഹു സുബ്ഹാനഹു തആല എടുത്തു പറയുന്നത് അവൻ അറിയുന്നതും അതേപോലെ തന്നെ അവന്റെ ജീവിതത്തിൽ ഏറെ ഉപകാരപ്രദമായിട്ടുള്ളതുമായ ഈ അവയവങ്ങൾ കൊണ്ട് നന്മ മാത്രം ചെയ്യുവാനും തിന്മകളിലേക്ക് കടന്നെരിയാതിരിക്കുവാനും വേണ്ടി മനുഷ്യൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന നിർദ്ദേശം കൂടിയാണ് ഈ ആയത്തിന്റെ അകത്തളങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത്. കണ്ടറിയുവാൻ 2 കണ്ണുകളും, സംസാരിക്കുവാനും രുചി അറിയുവാനും ഭക്ഷണം കഴിക്കുവാനും ഒക്കെ വേണ്ടി ഒരു നാവും 2 ചുണ്ടുകളും അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് അവൻ നല്ലത് മാത്രം ചെയ്തു കൊള്ളട്ടെ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് അവൻ പ്രവേശിക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹു നിർദ്ദേശിക്കുകയാണ്. തന്റെ കണ്ണുകൊണ്ട് വേണ്ടാത്തതോ നിഷിദ്ധമാക്കപ്പെട്ടതോ ആയ കാര്യങ്ങളിലേക്ക് അവൻ നോക്കിക്കഴിഞ്ഞാൽ അവൻ ഒരു കുറ്റം ചെയ്തവനായി ചിത്രീകരിക്കപ്പെടും. എന്നാൽ അതേ കണ്ണുകൾ കൊണ്ട് തന്റെ റബ്ബിലേക്ക് അടുപ്പിക്കുന്ന നന്മകൾ ചെയ്യുകയാണെങ്കിൽ അവൻ പുണ്യവാനുമായിരിക്കും എന്നതാണ്. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹമായ കണ്ണുകൾ കൊണ്ട് നന്മകളിലേക്ക് നോക്കുവാനും തിന്മകളിലേക്കും അല്ലാഹുവിന് വെറുപ്പുണ്ടാക്കുന്നവയിലേക്കും മ്ലേച്ഛമായവയിലേക്കും നോട്ടം തിരിക്കാതെ നൽകപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. വൃത്തികേടുകളും വേണ്ടാത്തരങ്ങളും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ വിശ്വാസികൾ എടുക്കേണ്ട നിലപാട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പനയായി കൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുൽ ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറുൻ ബിമാ യസ്നഊൻ. സൂറത്തുൻ നൂറിലെ 30ാമത്തെ വചനമാണ്. ഖുൽ, പറയുക പ്രവാചകരെ, ലിൽ മുഅ്മിനീൻ, വിശ്വാസികളോട് താങ്കൾ പറയുക, എന്താണ് അവർ ചെയ്യേണ്ടത്? യഗ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തിക്കൊള്ളട്ടെ. വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ഗുഹ്യാവയവങ്ങൾ അവർ സംരക്ഷിച്ചു കൊള്ളട്ടെ. ദാലിക അസ്കാ ലഹും, അതാകുന്നു അവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ യസ്നഊൻ, അല്ലാഹു സുബ്ഹാനഹു തആല അവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ സസൂക്ഷ്മം അറിയുന്നവനാകുന്നു. അപ്പോൾ ഈ ആയത്തിനെ അനുസൃതമാക്കിക്കൊണ്ട് വേണ്ടാത്തവയോ വൃത്തികെട്ടവയോ ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് ആ ഒരു സന്ദർഭത്തിൽ കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വൃത്തികെട്ട സംസ്കാരശൂന്യമായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ കാഴ്ചകൾ തിരിക്കുന്നില്ല എന്നും ട്രെൻഡ് എന്ന ഓമന പേര് മറയായി സ്വീകരിച്ച് ചണ്ടിയായി ചമഞ്ഞ് റബ്ബ് സുബ്ഹാനഹു തആല നൽകിയ കണ്ണ് എന്ന അനുഗ്രഹത്തിന് അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുന്നില്ല എന്നും നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതേ രീതിയിൽ തന്നെ അല്ലാഹു നൽകിയ മറ്റു ചില അനുഗ്രഹങ്ങൾ കൂടി ഈ വചനത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. വലിസാനൻ വശഫതൈൻ, ഒരു നാവും 2 ചുണ്ടുകളും നാം നിങ്ങൾക്ക് നൽകിയില്ലയോ, മനുഷ്യന് നാം നൽകിയില്ലയോ എന്നാണ്. നാവും 2 ചുണ്ടുകളും മനുഷ്യന്റെ പ്രധാന 2 അവയവങ്ങളാണ്. സംസാരിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും തുടങ്ങി ഒട്ടനേകം ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുവാൻ ഏറെ പങ്ക് വഹിക്കുന്ന 2 അവയവങ്ങളാണ് നാവും ചുണ്ടും എന്നുള്ളത്.
നമ്മുടെ മനസ്സിൽ ചിത്രീകരിക്കപ്പെടുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുവാനുള്ള പ്രധാന മാർഗമാണ് സംസാരം എന്നുള്ളത്. കേവലം നമ്മുടെ ശരീരത്തിൽ നിന്നും വായിലൂടെ പുറപ്പെടുന്ന വായുവും ശബ്ദവും കൂടിച്ചേർന്ന് ചില വാക്കുകളും വാചകങ്ങളുമായി രൂപവൽക്കരിക്കപ്പെടുകയും അതിലൂടെ ചില ലക്ഷ്യങ്ങളും ആശയങ്ങളും മറ്റുള്ളവരിലേക്ക് കൈമാറപ്പെടുകയും ചെയ്യുന്ന സംസാരമെന്ന ഈ അനുഗ്രഹത്തെക്കുറിച്ച് മനുഷ്യൻ ബോധവാൻ ആകേണ്ടതുണ്ട്. അതിന്റെ മൂല്യം അവൻ തിരിച്ചറിയേണ്ടതുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു വിശ്വാസി ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യം കൂടിയാണ് അവന്റെ സംസാരം എന്നുള്ളത്. നാവിനെ സൂക്ഷിക്കുക എന്ന് ഹദീസുകളിൽ പ്രത്യേകം പരാമർശിക്കപ്പെട്ടതായി കാണുവാൻ സാധിക്കും. ചെയ്ത നന്മകൾ നാം അറിയാതെ മായ്ക്കപ്പെടുവാനും തിന്മകളുടെ ഭാണ്ഡക്കെട്ട് നമ്മുടെ മേൽ ചുമത്തപ്പെടുവാനും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മോശം സംസാരങ്ങൾ കാരണമാകും എന്നത് യാഥാർത്ഥ്യമാണ്. കളവ്, പരദൂഷണം, മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയൽ, തെറിവാക്കുകൾ ഉപയോഗിക്കൽ, തോന്നിവാസങ്ങൾ പറയൽ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ കുത്തുവാക്കുകൾ പറയുക, അങ്ങനെ തുടങ്ങി നാവ് കൊണ്ട് സമ്പാദിക്കുന്ന തിന്മകൾ എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം ധാരാളമുണ്ട്. ഇത്തരത്തിലുള്ള തിന്മകൾ ശക്തമായി തന്നെ ഇസ്ലാം വിലക്കിയതായും നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്ത് ഹുമസയിൽ നമുക്കറിയാം, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, അഥവാ കുത്തുവാക്ക് പറയുന്നവനും അവഹേളിക്കുന്നവനുമായ ഏതൊരാൾക്കും നാശമെന്നാണ്. അഥവാ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാകട്ടെ അല്ലാത്തവരാകട്ടെ അവരെക്കുറിച്ച് അവരുടെ മനസ്സിൽ വേദനയുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും അശ്ലീലമോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റമോ ഒക്കെ പറഞ്ഞു നടന്നാൽ അത് ഏറെ അപകടകരമാണ്. അത് പരലോകത്ത് നാം പ്രായശ്ചിത്തം നൽകേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റുള്ളവരിൽ മോശം ചിന്തകൾ വെച്ചു പുലർത്തുന്നതും അവരെക്കുറിച്ച് അവർക്കിഷ്ടമില്ലാത്തത് പറഞ്ഞു പരത്തുന്നതും അവന്റെ അസാന്നിധ്യത്തിൽ അവനെക്കുറിച്ച് ഉള്ളതോ ഇല്ലാത്തതോ ആയ കാര്യങ്ങൾ പറയുന്നതുമെല്ലാം പാപം തന്നെയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കൂടെയുള്ളവരെ ചിരിപ്പിക്കുവാനും നേരം പോക്കിനുമൊക്കെ വേണ്ടി മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളും വിളമ്പി വെക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ജനമധ്യത്തിൽ ഒരുവനെ മലർത്തിക്കിടത്തി ഈർച്ചവാൾ കൊണ്ട് അവന്റെ മാംസം കീറിയെടുത്ത് പച്ചക്ക് ഭക്ഷിക്കുന്നതിന് സമാനമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദൽ ളന്നി ഇസ്മ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. എന്താണ് അല്ലാഹു പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ഇജ്തനിബൂ കസീറൻ മിനൽ ളന്നി, ഊഹങ്ങളിൽ നിന്നും ഭൂരിപക്ഷവും നിങ്ങൾ വെടിയേണ്ടതുണ്ട്. കാരണം ഇന്ന ബഅദൽ ളന്നി ഇസ്മ, ഊഹങ്ങളിലെ ചിലതെല്ലാം കുറ്റമാണ്, എല്ലാം തിന്മയാണ്, വേണ്ടാത്തതാണ്. അതുകൊണ്ട് ഊഹങ്ങളിൽ ഭൂരിപക്ഷവും നിങ്ങൾ വെടിയേണ്ടതുണ്ട് എന്നാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി നടത്തരുത്. വലാ യഗ്തബ് ബഅദുകും ബഅദ, മറ്റുള്ളവരുടെ അസാന്നിധ്യത്തിൽ നിങ്ങൾ അവരെ കുറിച്ച് ദുഷിച്ചത് പറയരുത്, വേണ്ടാത്തത് പറയരുത്. അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈത, അഥവാ നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ ശരീരത്തിന്റെ പച്ചമാംസം കഴിക്കുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഫകരിഹ്തുമൂ, ഒരിക്കലുമില്ല, നിങ്ങൾ അത് വെറുക്കുന്നുണ്ട്. എന്നാൽ അതേ രീതിയിൽ ഈ ഒരു വിഷയത്തെ നിങ്ങൾ കാണുകയും വേണം. അത്രയും ഗൗരവകരമാണ് ഈ കാര്യമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബകൾ സ്വീകരിക്കുന്നവനും പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണിത്. ധാരാളം സൽക്കർമ്മങ്ങളിൽ മുഴുകി ജീവിതം അതിനുവേണ്ടി ക്രമീകരിക്കുന്ന ആളുകളിൽ പോലും ഉണ്ടായേക്കുവാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള തിന്മകൾ ഏറെ ഗൗരവകരം തന്നെയാണ്. ഏറെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൂട്ടിയ തന്റെ സൽക്കർമ്മങ്ങൾ പരലോകത്ത് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി പകുത്തു നൽകി അവസാനം അവരുടെ പാപഭാരം വഹിച്ച് തീരാ നഷ്ടക്കാരനായി നരകത്തിൽ കടന്നെറിയേണ്ട അവസ്ഥ അതേറെ പരിതാപകരം തന്നെയാണ്. അത്തരത്തിലൊരു മനുഷ്യനെ മുച്ചൂടെ നശിപ്പിക്കുവാൻ അവന്റെ നാവുകൾക്ക് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രിക്കാതെ അശ്രദ്ധമായി ജീവിച്ചാൽ അത് വളരെ അപകടമാണ് എന്ന് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തായ ഈ അനുഗ്രഹങ്ങളെ നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട്.
നമ്മുടെ വിശ്വാസത്തിന് യോജിക്കാത്ത അനാവശ്യങ്ങൾക്കിടയിലൂടെ നമ്മൾ സഞ്ചരിക്കുവാൻ നിർബന്ധിതനാക്കപ്പെട്ടാൽ ദൃഷ്ടികൾ താഴ്ത്തിപ്പിടിച്ച് അവിടെ നിന്നും കടന്നു പോകുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഏറെ രോഷാകുലനാക്കുന്ന രീതിയിൽ മറ്റുള്ളവരുടെ പ്രവർത്തികൾ നമുക്ക് മുന്നിൽ കാണിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അവരെ സഹിക്കേണ്ടി വന്നാൽ, കഴിവതും നാവിനെ പിടിച്ചു വെക്കുവാനും അവരോട് മോശമായ രീതിയിൽ സംസാരിക്കാതിരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇസ്ലാമികമായി ജീവിതം നയിക്കുക എന്നത് ഏറെ കഠിനാധ്വാനമായിരിക്കും. കാരണം തിന്മകൾ മനുഷ്യന്റെ വിരൽ തുമ്പിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ക്ഷമിച്ചും സഹിച്ചും മനസ്സിനെ പിടിച്ചുവെച്ചും നിയന്ത്രിച്ചു കൊണ്ടായിരിക്കണം ഒരു വിശ്വാസി അവന്റെ ജീവിതം കഴിച്ചുകൂട്ടേണ്ടത്. അവിവേകികളുടെയും ദുർമാർഗികളുടെയും കൂടെ കൂടി വൃത്തികേടുകളും മോശം വാക്കുകളും തുടരെ ജീവിതത്തിൽ പ്രവർത്തിവൽക്കരിച്ച് അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ലെന്ന നിഗമനത്തിൽ എത്തിച്ചേരുന്ന സ്വതന്ത്രവാദികൾ സമൂഹത്തിൽ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുവാനും നൽകപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുവാനും നാം കൂടുതൽ കടമപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുകയാണ് വിശ്വാസി ചെയ്യേണ്ടത്. സമൂഹത്തിലെ സകലരും തിന്മയുടെ വക്താക്കളാവുകയും അതിനുവേണ്ടി ജീവിക്കുന്നവരാവുകയും സമൂഹത്തിൽ തിന്മയുടെ ഗൗരവം പാടെ മായ്ക്കപ്പെടുകയും ചെയ്യുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി ദീനീ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാനും നമ്മൾ പരിശ്രമിക്കുക. അത്തരത്തിൽ നന്മകളിൽ മുന്നേറുവാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കേവലം ക്ലാസുകൾ കേട്ടുപോകുന്നതിൽ അപ്പുറം പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സഹായം നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.